ഇന്ന് പകൽ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. God's presence is here this morning with us. നമ്മുടെ ദൈവത്തിന്റെ അനേക സവിശേഷതകൾ തിരുവചനത്തിലുണ്ട്. There is a lot of great things about our Lord in the Word of God. നമ്മുടെ ദൈവം സർവശക്തനാണ്. He is an all-powerful God. അവൻ മഹാപരിശുദ്ധനാണ്. And He is a holy God. അപ്പോൾ തന്നെ അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം കൂടെ. At the same time, He is a God who hears our prayers. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ നാം കടന്നുവന്നിരിക്കുമ്പോൾ, as we are in the presence of our God this morning, എത്ര പേർക്ക് പറയുവാൻ കഴിയും എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരുവൻ ഇവിടെയുണ്ട്? how many of you can say there is a God who hears my prayers? Hallelujah. Hallelujah. നിങ്ങൾ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for every one of you. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാം നൈനാൻ, Pastor Sam Nayan, who is a minister here. ഞാൻ വളരെ സ്നേഹിക്കുന്ന പാസ്റ്റർ ഫിലിപ്പ് ജോസഫ് കുഞ്ഞുവഞ്ചായൻ, Also Pastor Philip Joseph, whom I dearly love. മറ്റ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. And I bring greetings to all of you who I love in this church. ഇന്ന് പകൽ വളരെ വേഗത്തിൽ ഞാൻ ദൈവത്തിന്റെ വചനത്തിലേക്ക് പ്രവേശിക്കട്ടെ. And I want to enter into the Word of God this morning quickly. യേശു അത്ഭുതങ്ങളുടെ കർത്താവാണ്. Jesus is a God of miracles. ഇന്ന് പകൽ എത്ര പേര് അത് വിശ്വസിക്കുന്നു? How many of you believe that this morning? തിരുവചനം പറയുന്നു അവൻ അത്ഭുത മന്ത്രി. And the Word of God says that He is a miracle working God. Wonderful counselor. He is a wonderful counselor. Hallelujah. Hallelujah. Wonderful എന്നുള്ള പദമാണ് അത്ഭുതം എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്. In Malayalam it is translated from Malayalam to English it's translated wonderful, the word. Hallelujah. Hallelujah. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു അവൻ ഇന്നും അത്ഭുതങ്ങളുടെ believe that കർത്താവാണ്? this morning that He is a wonderful God. പലപ്പോഴും നമ്മുടെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ നാം റാഷണലൈസ് ചെയ്യാറുണ്ട്, വിശകലനം ചെയ്യാറുണ്ട്. Many times we try to analyze with our own mind about God. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ നാം പരിമിതപ്പെടുത്തുന്നു. Oftentimes we limit God's work because we logically try to analyze. എന്നാൽ ഇന്ന് പകൽ പരിമിതി കൂടാതെ പരിധികൾ കൂടാതെ പ്രവർത്തിക്കുന്ന ഒരുവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. But today there's a God who is above the limit and without limit He's going to work among us. ഒരു 8 വയസ്സുള്ളതായ ഒരു ബാലൻ സൺഡേ സ്കൂളിൽ പോയി. An 8-year-old child, a boy who went to Sunday school. തിരിച്ചു വന്നപ്പോൾ അവന്റെ മമ്മി ചോദിച്ചു, നീ ഇന്ന് എന്താ അവിടെ പഠിച്ചത്? And when he came home, his mother asked, what did you learn today? അവൻ പറഞ്ഞു, ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ അരികിൽ വന്നു, ദൈവം അവർക്ക് വേണ്ടി വഴി തുറന്നു, അവർ അക്കരെ കടന്നപ്പോൾ ഫറവോനും സൈന്യവും ആ വെള്ളത്തിൽ മുങ്ങിച്ചത്തു. And he said, as the Israelites were crossing the Red Sea, they went across and Pharaoh and his army drowned in the river. That's what we learned. മമ്മി ചോദിച്ചു, നീ എങ്ങനെയാ അത് പഠിച്ചത്? And mom asked, how did you learn that? അവൻ പറഞ്ഞു, അവര് ചെങ്കടലിന്റെ അരികിൽ വന്നപ്പോൾ മോശ പറഞ്ഞു, പെട്ടെന്ന് ഒരു പാലം പണിയട്ടെ. And as they came to the Red Sea, Moses said, let us build a bridge. ഇസ്രായേൽ മക്കളെല്ലാം ആ പാലത്തിലൂടെ വേഗം അക്കരെ കടന്നു. All the Israelites went over the bridge. അക്കരെ ചെന്ന് നോക്കിയപ്പോൾ ഫറവോനും സൈന്യവും അവരുടെ കൂടി പാലത്തെ കയറി. As they were on the other side, they looked back and saw Pharaoh and his army on the bridge. ഉടനെ മോശ പറഞ്ഞു, ഏറ്റവും നല്ല എക്സ്പ്ലോസീവ് വെച്ച് ഈ പാലം തകർക്കട്ടെ. And Moses said, let us get the explosive and topple this bridge. അവർ ആ പാലം തകർത്തു. ഫറവോനും സൈന്യവും വെള്ളത്തിൽ വീണ് മുങ്ങിച്ചത്തു. And they destroyed the bridge and Pharaoh and his army fell into the river and died. ഇത് കേട്ടപ്പോൾ മമ്മി മൂക്കത്ത് ചോദിച്ചു, did you really learn this at the Sunday school? ഇത് കേട്ടപ്പോൾ മമ്മി ചോദിച്ചു, നീ ഇത് ശരിക്കും നീ ഇത് പഠിച്ചോ? അവൻ പറഞ്ഞു, അവിടെ പഠിപ്പിച്ചത് പറഞ്ഞാൽ മമ്മി വിശ്വസിക്കത്തില്ല, so I put it in my words. And he said, what I learned in church, if I tell you, you won't believe, so I put it in my own words so you will believe me. Hallelujah. Hallelujah. Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം റാഷണലൈസ് ചെയ്യാതെ let's believe God this morning. And this morning, let us not rationalize God, but let us truly believe Him. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി Acts of the Apostles chapter 28 verse 1. Today's meditation, let us turn to Acts 28 verse 1. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേര് മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. And when they were escaped, then they knew that the island was called Melita. The previous night, തലേ രാത്രിയിൽ അവർ കപ്പൽ തകർന്ന് ഏതോ ഒരു കരയിൽ മുട്ടി വീണു. And the previous night they had a shipwreck and they came to this island, or they marooned into this island. ആ രാത്രിയിൽ അവർക്ക് മനസ്സിലായില്ല എവിടെയാണ് അവർ എത്തിയതെന്ന്. And that night they did not know where they were. ഈ കര ശാശ്വതമാണോ? And this land that they're here, is it eternal?
അവിടെ സുഖങ്ങൾ സൗകര്യങ്ങൾ ഉണ്ടോ? Do they have the facilities and the amenities in this land? എന്നാൽ അടുത്ത രാവിലെ, but the next morning, പുലർച്ചയായപ്പോൾ, early morning, അവർക്കൊരു കാര്യം മനസ്സിലായി. they understood one thing. ആ ദ്വീപ് മെലീത്തയായിരുന്നു. and that island was the island of Malta. ഇന്ന് രാത്രി ഞാൻ ഇന്ന് പകൽക്കാലം ഒരു ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ. This morning let me tell you a message from God. പലപ്പോഴും രാത്രിയുടെ അനുഭവങ്ങൾ അവ്യക്തത പകരുമ്പോൾ, many times in the evening times that there is no uncertainty in your life. ഒരു പുലർച്ചയുണ്ട്, എല്ലാം വെളിവായി വരുന്ന ഒരു പുലർച്ച. but there is a morning, all those things will be revealed and you will get the answer to your question. മെലീത്ത എന്ന വാക്കിന്റെ അർത്ഥം രക്ഷപ്പെടുക, to escape. The word Malta means to escape. അതിൽ നിന്ന് വന്നിരിക്കുന്ന അർത്ഥമാണ് സങ്കേതം അല്ലെങ്കിൽ refuge. and the meaning, the word refuge came from the word Malta. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ഒരു നല്ല സങ്കേതമായി യേശുവിനെ കണ്ടുമുട്ടിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God because you met Jesus. He is a great refuge in our lives. ഈ സന്ദർഭത്തിലേക്ക് കടന്നു വരുന്നതിന്റെ പശ്ചാത്തലം ഞാൻ വേഗത്തിൽ ഒന്ന് ഓടിച്ചു പറയട്ടെ. Let me give you the background of this story. പൗലോസ് തടവുകാരനായി കൈസറിന്റെ മുമ്പിൽ നിൽക്കുവാൻ റോമിലേക്ക് യാത്ര ചെയ്യുകയാണ്. and Paul is taken to Rome as a prisoner in front of Caesar. ആ യാത്രയിൽ തെക്കൻ കാറ്റ് അനുകൂലമായി അവർക്ക് വീശി. and in those journey the wind was blowing in the direction in favor of them. എന്നാൽ തെക്കൻ കാറ്റിന് പുറകെ അടിച്ചതായ ഈശാനമൂലൻ കുറുകെ അടിക്കുന്ന കൊടുങ്കാറ്റായിരുന്നു. and following the favorable wind there was a great storm that was against them. ദൈവാത്മാവിൽ പ്രേരിതനായ പൗലോസ് അവരോട് പറഞ്ഞു, ഇപ്പോൾ യാത്ര തിരിക്കരുത്, ഈ സമയം നമുക്ക് ഈ ദ്വീപിൽ തന്നെ പാർക്കാം. and Paul told them that this is not a good time to travel, let us stay in this island. എന്നാൽ ശതാധിപൻ കപ്പലുടമയുടെയും മലയുമയുടെയും വാക്കുകൾ ഏറെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവർ അവിടുന്ന് യാത്ര തിരിച്ചു. but the sailors and the ship captain told them that let us move on, so the centurion listened to him. ആ യാത്രയിൽ കാറ്റ് പ്രതികൂലമായി. but in that journey the wind was against them. ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ജീവിതത്തിൽ അടിക്കുന്ന എല്ലാ കാറ്റുകളും തകർക്കുവാനല്ല. but let me tell you this morning, all the wind that you face in your life is not to destroy you. 135 സങ്കീർത്തനം 7 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. in Psalms 135 verse 7 we read like this. തന്റെ ഭണ്ഡാരത്തിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നവനാണ് നമ്മുടെ ദൈവം. our God is a God who sends wind from his storehouse. Hallelujah. 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 വീണ്ടും 148 സങ്കീർത്തനം 8 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. Psalms 148 verse 8 we read like this. അവന്റെ വചനം അനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റുകളുണ്ട്. and there are wind that obey his word. Hallelujah. 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 ദൈവം കൽപ്പിച്ചിട്ട് അടിക്കുന്ന കാറ്റുകളുണ്ട്. there are wind that obey his word, according to his word it is originated. അതിന്റെ പിന്നിൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിലേക്ക് ഞാനും നിങ്ങളും മടങ്ങി വരുവാനാണ്. behind that God is desiring you and I come back to him and look up to him. ദൈവത്തിന്റെ ആലോചന വിട്ടുപോകുന്നതായ യാത്രകളിൽ നമ്മെ മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം പഠിപ്പിക്കുന്ന കൊടുങ്കാറ്റുകളുണ്ട്. as we are straying away from he sends wind that will bring us back to him. Hallelujah. 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 ഈ കൊടുങ്കാറ്റ് അടിച്ചപ്പോൾ അവർ ആകപ്പാടെ മാറിപ്പോയി. as this great storm was against them, they were perplexed. ദിവസങ്ങൾ മുന്നോട്ട് കടന്നുപോയി. many days went by. 14 ദിവസമായി സൂര്യനെയോ ചന്ദ്രനെയോ കണ്ടിട്ട്. for 14 days and nights they have not seen the sun or the moon. ആ യാത്രക്കാരുടെ എല്ലാം ആശ നഷ്ടപ്പെട്ടു പോയി. every hope was gone. അവർ മരണം കാത്തിരിക്കുകയാണ്. as they are facing death in their lives. ഹല്ലേലൂയ. ഒരു വാക്യം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ. 107 സങ്കീർത്തനം 107 Psalm 26 27 വാക്യങ്ങൾ. 26 and 27. അതിൽ 27 വാക്യത്തിന്റെ ഒടുവിൽ നാം ഇങ്ങനെ വായിക്കുന്നു, they were at their wits' end. അവരുടെ ബുദ്ധി പോയി. and the last part of verse 27 they say they were at their wits' end. they were tossed. അവർ ആ കടലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലതള്ളി. they were tossed back and forth in the ocean. അവർ മത്തനെ പോലെ തുള്ളി ചാഞ്ചാടി നടന്നു. and they were staggering here and there like a drunkard. അവരുടെ ബുദ്ധി പോയി. and they were at their wits' end. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ആശ നഷ്ടപ്പെട്ട അനുഭവങ്ങൾ. there is times where we lost our hope. എന്തുകൊണ്ട് അത് സംഭവിച്ചു? why did those things happen?
അതിന്റെ 9-10 വാക്യങ്ങൾ 107ന്റെ 9-10 വാക്യങ്ങൾ വായിച്ചാൽ 107 Psalm verse 9 and 10. അവർ അത്യുന്നതന്റെ ആലോചനയെ നിരസിച്ചു. And they rejected the orders of Heavenly Father. Praise the Lord. അവർ ദൈവത്തോട് മത്സരിപ്പാണ്ടൊക്കെയാണ്. And they were fighting against God. ഇന്ന് പകൽക്കാലം ഓർക്കുക, ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിപരീതമായി നാം കടന്നു പോകുമ്പോൾ, this morning let me remind you, as you walk against God's counsel, ദൈവത്തിന്റെ കരം ചിലപ്പോൾ നമുക്ക് പ്രതികൂലമായെന്ന് വരും. may God's hand may be against you. ദൈവം അയക്കുന്ന കൊടുങ്കാറ്റുകൾ നമ്മെ തകർക്കുവാൻ കടന്നു വരുമ്പോഴും, as the wind God sends to destroy us, അതിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിവില്ലാതെ വണ്ണം ബുദ്ധി പോയതുപോലെ, ആശ നഷ്ടപ്പെട്ടതുപോലെ, at the wits end എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആയിത്തീരുന്ന അനുഭവങ്ങൾ കടന്നു വരാം. you may be at a situation where all hope is lost and you are at the wits end. Praise the Lord. Hallelujah. അവിടെ ദൈവത്തിലേക്ക് നിലവിളിപ്പാനിടയാകട്ടെ. But let us cry unto God in those situations. ആ സംഘത്തിൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ വായിക്കുന്നു, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. In the latter part of that psalm, that we see that they cried unto God in their despair. Hallelujah. 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 ഇവിടെ ആ പ്രതികൂല സാഹചര്യത്തിൽ ആശ നഷ്ടപ്പെട്ടതായ ഒരു കൂട്ടം യാത്രികരെയാണ് നാം കാണുന്നത്. There we see a group of people traveling in the same situation. Their hope is lost. നമുക്ക് അതിന്റെ 18ാം വാക്യത്തിലേക്ക്, Acts 27ന്റെ 18ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, as we come back to the passage of verse 18, നമ്മോട് വായിക്കുന്നു, കപ്പലിന്റെ ചരക്ക് അവർ വെള്ളത്തിൽ കളഞ്ഞു. and they threw all the cargo overboard. കപ്പൽ കോപ്പ് പോലും അവർ വെള്ളത്തിൽ എടുത്തിട്ടു. all the equipment that needs to keep the ship stable, they threw it out. എങ്ങനെയെങ്കിലും ഈ കപ്പൽ ഒന്ന് നേരെയാക്കണം. They wanted to bring this ship back in order. ആടി ഉലയുന്ന ഈ കപ്പൽ ഒന്ന് നേരെ നിർത്തണം. The ship that was tossing back and forth, they wanted to stabilize it. അവർ ചരക്ക് പുറത്തു കളഞ്ഞു. They threw all the cargo overboard. അവർ കപ്പൽ കോപ്പ് പോലും വെള്ളത്തിലിട്ടു. And they threw all the anchor away. ഇന്ന് പകൽ ഞാൻ ഒരു ദൂത് ചിലരോട് ഓർപ്പിക്കട്ടെ. But let me give you a message from God this morning. നിന്റെ ക്രിസ്തീയ ജീവിതമാകുന്ന നൗക ആടി ഉലയുന്ന അനുഭവങ്ങൾ ഇന്ന് വൽക്കാലം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ദൈവത്തിന് ഹിതമല്ലാത്ത ചരക്കുകൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ ഇന്ന് വെള്ളത്തിൽ കളയുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് The സംസാരിക്കുന്നു. Holy Spirit is asking you, if your spiritual life, if your Christian life is tossing back and forth, throw away the things that doesn't belong in the ship. Hallelujah. 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 Is there any good in your ship that is not pleasing to God? നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും നന്മ ദൈവത്തിന് പ്രസാദമല്ലാത്തതുണ്ടെങ്കിൽ അതിന്ന് കളയുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. Praise the Lord. Hallelujah. Praise the Lord. Praise you. നമ്മുടെ വിശ്വാസത്തിന്റെ നൗക ഒന്ന് സ്റ്റഡി ആകുവാനായി പുറത്തു കളയുവാൻ ദൈവം നമ്മോട് ഇന്ന് പൽക്കാലം സംസാരിക്കും. God is asking us to toss the things that need to be tossed so our ship would be stable. അങ്ങനെ ഇരിക്കെ ഒരു പൽക്കാലം ഇതാ പൗലോസ് അവരുടെ മുൻപിൽ നിൽക്കുകയാണ്. In those days, as they are traveling, one morning Paul is standing in front of them. 27ാം അധ്യായത്തിന്റെ 23 മുതൽ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, verse 21 onwards describe that. പൗലോസ് അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുകയാണ്, Paul is standing before them and saying, സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് യാത്ര തിരിക്കരുതെന്ന്. I have given you advice not to travel. എന്നാൽ നിങ്ങൾ അതിനെ ചെവി കൊടുത്തില്ല. But you did not heed to those advice. നീ അതിന് ചെവി കൊടുത്തിരുന്നെങ്കിൽ ഈ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. If you listen to me, you will not have this loss. എന്നാൽ ഇപ്പോഴും ആശയ്ക്ക് വകയുണ്ട്. But there is hope still. ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളായ പ്രിയപ്പെട്ടവരോട് ഞാൻ ഒരു കാര്യം ഓർമ്മിക്കട്ടെ. But let me remind you, all the believers here. നമ്മുടെ അടുത്തുള്ള ചിലരോട് നാം ആവർത്തിച്ച് യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കാം. We may be sharing Jesus with the people that around us. ഈ രക്ഷയുടെ ദൂത് പലരോട് നാം പറഞ്ഞിരിക്കാം. And the gospel that you may have shared with others. എത്ര പറഞ്ഞിട്ടും അവര് ദൈവത്തിന്റെ വചനത്തെ തിരസ്കരിക്കുമ്പോൾ, as long as and many times you have told them, but they are rejecting Christ over again. ഒരുപക്ഷെ അവർ വലിയ കഷ്ടതയിലും പ്രയാസത്തിലാകുമ്പോൾ, they may be going through great difficulties. നമ്മൾ അവരുടെ അടുത്ത് എന്ന് പറയാറില്ലേ? But many times we say to them, I told you this before. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതല്ലേ? I have told you this before. ഇനിയിപ്പം വന്നതങ്ങ് അനുഭവിക്കുക. And whatever you face, you deal with it. സ്തോത്രം. Praise the Lord. എന്നാൽ പൗലോസ് പറയുന്നത് അങ്ങനല്ല. But that is not what Paul is saying here. അവരെ ശാസിക്കുമ്പോൾ തന്നെ, even though he is advising them, he reproves them, even though he is correcting them, he says there is still hope. അവൻ പറയുന്നു ഇപ്പോഴും ആശയ്ക്ക് വഴിയുണ്ട്. Hallelujah. Hallelujah. അവർ ചോദിക്കുന്നു, പൗലോസേ,